വിശ്വാസവും സ്നേഹവും നിറഞ്ഞ ഒരു വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ആരും കാണാതെ ക്രൂരതയുടെ വിത്തുകൾ പാകപ്പെട്ടാൽ എന്ത് സംഭവിക്കും? രക്തബന്ധത്തെക്കാൾ വലുതാണ് ചില അവിഹിത മോഹങ്ങളെന്നും ബന്ധങ്ങളെന്നും കരുതിയവർ സ്വന്തം ഭർത്താവിൻ്റെ ശ്വാസമെടുത്ത് ആ മൃതദേഹം മഞ്ഞുമൂടിയ ഒരു മലനിരയുടെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കൊടുത്തു. എത്ര വലിയ കൊടുങ്കാട്ടിലായാലും കൊക്കയിലായാലും ഇനി എത്ര കാലം തന്നെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യത്തെ ഒരിക്കലും എന്നേക്കുമായി മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു കുറ്റാന്വേഷണ കഥ. കേരളത്തിലെ തലസ്ഥാന നഗരിയെയും അതുപോലെ കൊല്ലത്തിനെയും ഒരുപോലെ നടുക്കിയ ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും ദാരുണവുമായ വിധുകുമാരൻ തമ്പി വധക്കേസിൻ്റെ യഥാർത്ഥ വിവരങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്വാഗതം ഫോക്കസ് ന്യൂസ് ടിവിയിലേക്ക്. വർഷം 2000 ഏപ്രിൽ 21. തിരുവനന്തപുരത്തെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ ഒരു ഫോൺ ബെല്ല് പെട്ടെന്ന് ശബ്ദിക്കാൻ തുടങ്ങി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ഒരു പോലീസുകാരനായിരുന്നു മറുതലയ്ക്കൽ ആ ഫോൺ എടുക്കുന്നത്. അദ്ദേഹത്തിന് വന്ന ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ സഹോദരനും ഭാര്യയും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സഹോദരനെ കാണാനില്ല. വലിയ എന്തോ അപായം സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരണം. കേട്ട ഉടനെ പേടിച്ച് പരിഭ്രാന്തനായ ആ സഹോദരൻ തൻ്റെ അനുജൻ വിധുകുമാരൻ തമ്പിയെ തേടിയിറങ്ങി. എന്നാൽ ദിവസങ്ങളും ആഴ്ചകളും നീണ്ട ആ അന്വേഷണം അവസാനിച്ചത് തമിഴ്നാട്ടിലെ ഊട്ടി മേട്ടുപ്പാളയം റോഡിലെ 6ാമത്തെ ഹെയർപിൻ വളവിലായിരുന്നു. അഗാധമായ ആ കൊക്കയിൽ സൈനികർ ഉപയോഗിക്കുന്ന കട്ടിയുള്ള ഒരു കിടക്കയിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തുന്നു. പോസ്റ്റ്മോർട്ടത്തിനും പരിശോധനകൾക്കുമെല്ലാം ശേഷം അത് കാണാതായ വിധുകുമാരൻ തമ്പിയുടേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 1959 CA മേരിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതിന് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 1959 ശേഷം ആദ്യമായി കേരളത്തിലെ ഒരു സെഷൻസ് കോടതി വീണ്ടും ഒരു വനിതയ്ക്ക് വധശിക്ഷ നൽകിയ നാടിനെയാകെ വിറപ്പിച്ച വിധുകുമാരൻ തമ്പി വധക്കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. കാമുകനൊപ്പം ജീവിക്കാനായി സ്വന്തം ഭർത്താവിന് വിഷം നൽകി കഴുത്തു ഞെരിച്ചു കൊന്ന വിനിതകുമാരിയുടെയും കാമുകൻ രാജുവിൻ്റെയും കഥ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായിരുന്നു വിധുകുമാരൻ തമ്പി. ഭാര്യ വിനിതകുമാരിയും മകൾ ലക്ഷ്മിയും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കൊച്ചു കുടുംബം എന്ന് പറയുന്നത്. പാങ്ങോട് പട്ടാള ക്യാമ്പിന് സമീപത്ത് ഒരു ചെറിയ പലചരക്ക് കട നടത്തുകയായിരുന്നു തമ്പി എഴുതിയിരുന്നത്. ദിവസവും അധ്വാനിക്കുന്ന തമ്പിയെ സഹായിക്കാൻ ഭാര്യ വിനിതയും ഇടയ്ക്കിടയ്ക്ക് കടയിലിരിക്കാൻ എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പാങ്ങോട് സൈനിക ക്യാമ്പിലെ നഴ്സിംഗ് അസിസ്റ്റൻ്റായ രാജു ആ കടയിൽ സാധനങ്ങൾ വാങ്ങാനായി സ്ഥിരമായി എത്തിത്തുടങ്ങിയത്. പതുക്കെ രാജു തമ്പിയുമായും വിനിതയുമായും കടുത്ത സൗഹൃദത്തിലായി. കടയിൽ രാജുവിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായി. എപ്പോൾ വേണമെങ്കിലും വരാമെന്ന അവസ്ഥയുമുണ്ടായി. കായംകുളം സ്വദേശിയായ രാജുവിന് താമസിക്കാൻ സൗകര്യപ്രദമായ ഇടമില്ലെന്നറിഞ്ഞപ്പോൾ സഹതാപം തോന്നിയ തമ്പിയും ഭാര്യയും ചേർന്ന് രാജുവിന് സ്വന്തം വീട്ടിൽ താമസിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ആദ്യം അത് നിരസിച്ചെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി രാജു ആ വീട്ടിലേക്ക് താമസവും മാറ്റി. കൃത്യമായി പറഞ്ഞാൽ വളരെ സൗഹൃദത്തോടെയും വളരെ സന്തോഷത്തോടെയും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിലേക്ക് കറുത്ത നിഴലുകൾ വീഴാൻ തുടങ്ങിയത് അന്നു മുതലാണ്. ഒരു വീട്ടിൽ തന്നെ താമസം ഒരുമിച്ചായതോടെ രാജുവും വിനിതയും തമ്മിൽ കൂടുതലെടുത്തു. ആ സൗഹൃദം താമസിക്കാതെ കടുത്ത പ്രണയമായി മാറി. സ്വന്തം കണ്ണെത്തും ദൂരത്ത് നടന്ന ഈ അനഭിലഷണീയമായ ബന്ധം തിരിച്ചറിയാൻ തമ്പിക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഭാര്യയും രാജുവുമായുള്ള അവിഹിത ബന്ധം മനസ്സിലാക്കിയ തമ്പി അതിനെ ശക്തമായി എതിർത്തു. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് തമ്പി ഭാര്യയോട് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ തമ്പിക്കൊപ്പം കഴിയുന്നതിനേക്കാൾ രാജുവിനൊപ്പം ജീവിക്കാനായിരുന്നു വിനിതയുടെ തീരുമാനവും ഇഷ്ടവുമെല്ലാം. തമ്പിയുടെ എതിർപ്പ് ശക്തമായതോടെ സ്വന്തം മകൾ ലക്ഷ്മിയെയും കൂട്ടി വിനിത രാജുവിനൊപ്പം തിരുവനന്തപുരത്തെ കുമാരപുരത്തുള്ള ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി. അതിനുശേഷം ഭർത്താവായ തമ്പിക്ക് വിവാഹമോചനം വേണമെന്ന് കാണിച്ച് ലീഗൽ നോട്ടീസ് അയച്ചു. എന്നാൽ തമ്പി അതിനൊന്നും വഴങ്ങിയില്ല. തങ്ങളുടെ പൊതുജീവിതത്തിന് മുന്നിലെ തടസ്സമാണ് തമ്പിയെന്ന് ഇരുവരും തിരിച്ചറിയുകയും ചെയ്തു. സ്വതന്ത്രമായ ഒരു ജീവിതം വേണമെങ്കിൽ തമ്പിയെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് വിനിതയും രാജുവും ചേർന്ന് ഗൂഢാലോചന നടത്തി. ആദ്യം തമ്പിയെ തന്ത്രപൂർവ്വം അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനായിരുന്നു ഇവരുടെ പ്രധാന പദ്ധതി. അങ്ങനെ വിനിത തമ്പിക്കൊപ്പം കൊല്ലം മുണ്ടക്കലിലെ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി. എന്നാൽ കൊല്ലത്ത് വെച്ചും രാജുവും വിനിതയും രഹസ്യമായി കണ്ടുമുട്ടിക്കൊണ്ടേയിരുന്നു. അവിടെ വെച്ചാണ് തമ്പിയെ കൃത്യമായി ആസൂത്രണത്തോടെ അപസ്മാരത്തിനുള്ള മരുന്ന് അമിത അളവിൽ കുത്തിവെച്ച് കൊലപ്പെടുത്താൻ ഇരുവരും പദ്ധതിയിടുന്നത്. കരുനാഗപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് രാജു കാര്യങ്ങൾ ദൂരെ നിന്നുകൊണ്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അതായത് അല്പം മാറി നിന്ന് നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. രാത്രി 8 മണിക്ക് ഇസ്നോഫീലിക്കുള്ള മരുന്നാണെന്ന് തെറ്റിദ്ധരിച്ച് വിനിത തമ്പിക്ക് ഫിനോബാർബിറ്റോൺ എന്ന മരുന്ന് നൽകുകയും ചെയ്തു. മരുന്ന് കഴിച്ച് തമ്പി മരിക്കുമെന്നാണ് അവർ കരുതിയതെങ്കിലും അദ്ദേഹം അബോധാവസ്ഥയിലാവുക മാത്രമാണ് ചെയ്തത്.
പരിഭ്രാന്തയായ വിനിത ഉടൻ തന്നെ രാജുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷെ അപ്പോഴേക്കും തമ്പിക്ക് ബോധം തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പദ്ധതി പാളിയെന്ന് മനസ്സിലായതോടെ രാത്രി 9:30 രണ്ടുപേരും ചേർന്ന് തമ്പിയെ കഴുത്തു നെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ മരണഭയത്താൽ ജീവന് വേണ്ടി തമ്പി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ബഹളം പുറത്തറിയാതിരിക്കാൻ വിനിത ഭർത്താവിൻ്റെ വായിൽ തുണി ബലമായി തിരികെ കയറ്റി. മരണവേദനയിൽ തമ്പി വിനിതയുടെ കയ്യിൽ കടിച്ചു മുറിക്കുകയും ചെയ്തു. തമ്പിയുടെ ആ നിലവിളി കേട്ട് അയൽക്കാർ ഓടിയെത്തിയെങ്കിലും തമ്പിക്ക് പെട്ടെന്ന് സുഖമില്ലാതായതാണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇരുവരും തമ്പിയെ കുമാരപുരത്തെ വാടക വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി. അവിടെ വെച്ച് 2 ദിവസം വീണ്ടും ബോധം കെടുത്തുന്ന ഉറക്ക ഗുളികളും മരുന്നുകളും തുടർച്ചയായി നൽകി. ഒടുവിൽ വീര്യമേറിയ ഫ്യൂരിഡാൻ കൂടി ശരീരത്തിലേക്ക് കുത്തിവെച്ച് ഇരുവരും തമ്പിയുടെ മരണം 100% ഉറപ്പാക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ആരും കാണാതെ വിദൂര സ്ഥലത്ത് മറവ് ചെയ്യാനായിരുന്നു അവരുടെ അടുത്ത നീക്കമെന്നത്. അതിനായി തമ്പിയുടെ കാൽമുട്ടുകൾ മടക്കി കഴുത്തിനോട് ചേർത്ത് വെച്ച് കെട്ടി ഒരു മിലിറ്ററി കിടക്കയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് ഊട്ടിയിലേക്ക് വിനോദയാത്ര പോകാനെന്ന വ്യാജേന ഒരു ടാക്സി വിളിച്ചു. ടാക്സി വീട്ടിലെത്തിയപ്പോൾ ഡ്രൈവറെ തന്ത്രപൂർവ്വം സ്കൂട്ടർ നൽകി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പറഞ്ഞയച്ചു. ആ സമയം കൊണ്ട് കാറിൻ്റെ ഡിക്കിയിൽ മൃതദേഹം ഒളിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മകൾ ലക്ഷ്മിയെയും കുട്ടി ഇരുവരും ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു. യാത്രക്കിടെ കുന്നൂരിൽ വെച്ച് ടാക്സി ഡ്രൈവർ റേഡിയേറ്ററിൽ വെള്ളമൊഴിക്കാനായി വണ്ടി നിർത്തി. ഡ്രൈവറുടെ ശ്രദ്ധ മാറിയ ആ നിമിഷത്തിൽ രാജു ഡിക്കി തുറന്ന് തമ്പിയുടെ മൃതദേഹം ആഴമേറി കൊക്കയിലേക്ക് തള്ളിയിട്ടു. വലിയ ശബ്ദം കേട്ട് ഡ്രൈവർ സംശയത്തോടെ ചോദിച്ചപ്പോൾ പഴയ തുണികളും വേസ്റ്റും താഴേക്ക് കളഞ്ഞതാണെന്ന് പറഞ്ഞ് അവർ യാത്ര തുടർന്നു. പിന്നീട് ഊട്ടിയിൽ പോയി സുഖമായി കറങ്ങി നടന്ന് കുമാരപുരത്ത് തിരികെ എത്തിയ ഇരുവരും കൊലപാതകത്തിന് ഉപയോഗിച്ച സിറിഞ്ചുകളും തുണികളുമെല്ലാം കത്തിച്ച് കളഞ്ഞ് തെളിവുകളെല്ലാം ഇല്ലാതാക്കി. ഇതിനിടയിലാണ് തമ്പിയെ കാണാനില്ലെന്ന് കാണിച്ച് സഹോദരൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത്. കാണാതായ വിവരം അറിഞ്ഞ് കൊല്ലം മുണ്ടക്കലിലെ വാടക വീട്ടിൽ അഡ്വാൻസ് തുകയും സാധനങ്ങളും എടുക്കാനെത്തിയ രാജുവിനെയും വിനിതയും പോലീസ് തന്ത്രപൂർവ്വം കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ 2 പേരും തങ്ങൾ ചെയ്ത കുറ്റം സമ്മതിച്ചു. തുടർന്ന് പോലീസുകാരെ കൂട്ടി ഊട്ടിയിലെ കൊക്കയിൽ നിന്ന് തമ്പിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. എന്നാൽ കോടതിയുടെ വിചാരണ വേളയിൽ തങ്ങൾക്ക് പരസ്പരം അറിയില്ലെന്ന വിചിത്രവാദമാണ് പ്രതികൾ 2 പേരും ഉയർത്തിയത്. എന്നാൽ അവിടെയാണ് കേസിലെ നിർണായകമായൊരു വഴിത്തിരിവുണ്ടാകുന്നത്. കൊലപാതകം നടന്ന കുമാരപുരത്തെ വീട്ടിൽ നിന്ന് പോലീസിന് ലഭിച്ച ഒരു ക്യാമറയിലെ ഫിലിം റോൾ പ്രിന്റ് ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ അപേക്ഷ നൽകി. ആ ഫിലിം വികസിപ്പിച്ചപ്പോൾ പുറത്തു വന്നത് കേസിലെ വിധി മാറ്റിമറിച്ച ഞെട്ടിക്കുന്ന ചിത്രങ്ങളായിരുന്നു. തമ്പിയുടെ മൃതദേഹം കൊക്കയിൽ തള്ളിയ ശേഷം ഊട്ടിയിലെത്തി രാജുവും വിനിതയും ചേർന്നെടുത്ത 23 പ്രണയ ചിത്രങ്ങളായിരുന്നു അത്. ആ ചിത്രങ്ങളും ശാസ്ത്രീയ തെളിവുകളും കേസിൽ കോടതിയിൽ നിർണായകമായി മാറി. കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി വി ഫ്രാൻസിസ് അത്യപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കി ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. കേരള ചരിത്രത്തിൽ തന്നെ ഒരു വനിതയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ നൽകുന്ന അപൂർവം നിമിഷം കൂടിയായിരുന്നു ആ വിധിന്യായം സാക്ഷ്യം വഹിച്ചത്. പക്ഷേ കഥ അവിടം കൊണ്ടും തീർന്നില്ല. വിചാരണ കോടതിയുടെ ഈ വധശിക്ഷാ വിധിക്കെതിരെ പ്രതിഭാഗം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കേസിൻ്റെ രേഖകളും തെളിവുകളും ശാസ്ത്രീയമായി പുനഃപരിശോധിച്ച ഹൈക്കോടതി കൊലപാതകം ക്രൂരവും ആസൂത്രിതവുമാണെന്ന് വ്യക്തമാക്കിയെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന പരിധിയിൽ ഇത് പരിപൂർണമായി വരില്ലെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരുടെയും വധശിക്ഷ റദ്ദാക്കുകയും അത് ജീവപര്യന്തം തടവായി കുറച്ചു നൽകുകയും ചെയ്തു. വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ച വിനിതകുമാരിയും രാജുവും ജയിലിലെ തടവുകാരുടെ സ്വഭാവ സവിശേഷതകളും നല്ല നടപ്പും പരിഗണിക്കപ്പെട്ട് പിന്നീട് നിയമപരമായ ഇളവുകളോടെ ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കി പുറത്തിറങ്ങുകയാണ് ഉണ്ടായത്. സ്വന്തം കുടുംബത്തെയും ഭർത്താവിനെയും ക്രൂരമായി വഞ്ചിച്ച് കാമുകനൊപ്പം ജീവിക്കാൻ ശ്രമിച്ച വിനിതകുമാരിക്ക് ഒടുവിൽ ലഭിച്ചത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൻ്റെ 4 ചുവരുകൾ മാത്രമാണ്. വിചാരണ കോടതിയുടെ വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് മാറ്റിയെങ്കിലും എത്ര സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചാലും സത്യത്തിൻ്റെ ഒരു തെളിവെങ്കിലും ഒരു നാൾ പുറത്തു വരുമെന്ന് തെളിയിക്കുന്നതാണ് ഈ കേസ്.